Dears, welcome back to ArcNX. So first term exam കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കുന്ന 1 മാർക്ക് ചോദ്യങ്ങളാണ്. സ്കൂൾ വൈസ് എക്സാം ഉണ്ടാവല്ലേ? മക്കളെ വളരെ കുറഞ്ഞ സമയം ചെലവഴിക്കുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാം. അപ്പൊ നോക്കൂ മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്, ഹൂ ഡിസ്കവേർഡ് പ്രോട്ടോൺ? ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ് പറഞ്ഞു. ഗോൾഡ്സ്റ്റീൻ. ആൻസർ കീയിൽ 2 ആൻസറും ഉണ്ട്, ഗോൾഡ്സ്റ്റീനും ഉണ്ട്, റുദർഫോർഡും ഉണ്ട്. യെസ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, അറ്റോമിക് നമ്പർ 1, 2, 3 ആയിട്ടുള്ള എലമെന്റിന്റെ IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ IUPAC നെയിമിന് ഒരു ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 1 എന്ന് പറഞ്ഞാൽ അണ്ണാണ് യൂസ് ചെയ്യുക, ആൻഡ് 2ന് നിങ്ങൾ യൂസ് ചെയ്യുക ബൈ ആണ്, 3ക്ക് യൂസ് ചെയ്യുക ട്രൈ ആണ്, എൻഡിൽ ഒരു IUM ചേർക്കണം. ഓൾറെഡി I ഉള്ളത് കൊണ്ട് UM മാത്രം ചേർത്താൽ മതി. അൺ ബൈ ട്രൈ. യെസ്. അടുത്ത ചോദ്യം, The molecular formula of glucose is C6H12O6. It's empirical formula. Molecular formula empirical formula കാണാൻ വളരെ ഈസിയാണ്. കോമൺ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളത് 6 ആണ്. അപ്പൊ എല്ലാവരെയും 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 6/6 1, 12/6 2 and O1. യെസ്, ഇതാണ് അതിന്റെ എംപിരിക്കൽ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. അടുത്ത ചോദ്യം ഇതാണ്, ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ബ്രോമിൻ. ബ്രോമിനിലുള്ള ന്യൂട്രോൺസിന്റെ എണ്ണമാണ്. ബ്രോമിന്റെ അറ്റോമിക് നമ്പർ 85 ആണ്, മാസ് നമ്പർ 80 ആണ്, സോറി 35 ആണ്, മാസ് നമ്പർ 80 ആണ്. 80 35 മൈനസ് അല്ലേ? 80 - 35 ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിന്റെ നമ്പർ കിട്ടും. 45 ആണ്. യെസ്. ഓക്കെ, അടുത്ത ചോദ്യം, The group 16 elements are also known as. Group 16 elements ന്റെ ഒരു പേരുണ്ട്. ആ പേരെന്താണെന്ന് ചോദിച്ചു. ചാൽക്കോജൻസ് എന്നാണ് വിളിക്കുക. ഗ്രൂപ്പ് 17ന്റെ പേരാണ് ഹാലോജൻസ്. 16 ചാൽക്കോജനുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Next question. The number of radial nodes for 3p orbital. 3p orbital radial nodes ആണ്. Radial nodes കാണാൻ ലൊക്കേഷൻ ഏൻസേ പറയും. എന്താണ്? n - l - 1 ആണ്. L വാല്യൂ തന്നെയായിരിക്കും ആംഗുലർ നോട്ട്സിന്റെ എണ്ണം. റേഡിയൽ നോട്ട്സ് n - l - 1 ആണ്. 3p യുടെ n വാല്യൂ 3 ആണ്. p യുടെ l വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 3 - 1 - 1 3 - 2 which is equal to 1. Yes. അടുത്ത ചോദ്യം ഇതാണ്, Name any one scale to express the electronegativity of elements. എലമെന്റുകളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു കോവലന്റ് ബോണ്ടിലെ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്ന ആറ്റത്തിന്റെ എബിലിറ്റി ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അത് മെഷർ ചെയ്യാനുള്ള സ്കെയിൽ ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ. 9ാം ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് പോളിംഗ് സ്കെയിൽ. അതുകൂടാതെ മുല്ലീക്കൻ ജാഫെ സ്കെയിലോ ആൽഡ്രഡ് റോഷോ സ്കെയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പീരിയോഡിക് ടേബിളിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ഫോൺ ക്ലോബർ എന്ന് പഠിച്ചാൽ മതി. ഫ്ലൂറിൻ, ക്ലോറിൻ, ഫോൺ ക്ലോബ്, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ബ്രോമിൻ. ഫോൺ ക്ലോബർ എന്ന് വിളിക്കുക. ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഫ്ലൂറിൻ. പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിൻ ആണ്. What is meant by isoelectronic species? എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? രണ്ട് പേർക്ക് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് കുഞ്ഞുമക്കളെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. എന്ന് വെച്ചാൽ സെയിം ആണ്. അപ്പോൾ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ആണ്. എക്സാമ്പിൾ പറയാറ്റി, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് Na+Mg2+. Mg2+ നും 10 ഇലക്ട്രോൺ ആണ്. Al3+ നും 10 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇവരെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളാണ്. 3 പേര് ഐസോ ഇലക്ട്രോണിക്. അടുത്ത ചോദ്യം 2021 ഡിസംബറിൽ ചോദിച്ച ചോദ്യമാണ്, ട്രാൻസിഷൻ എലമെന്റുകളുടെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് മാത്രം, എന്തെങ്കിലും 2 എണ്ണം. ട്രാൻസിഷൻ എലമെന്റ്സ് കളേർഡ് കോംപ്ലക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? മെറ്റൽസ് ആണ്, അവർക്ക് കോംപ്ലക്സ് ഫോർമേഷൻ ഉള്ള കഴിവുണ്ട്, അവരെ കാറ്റലിസ്റ്റുകളായിട്ട് യൂസ് ചെയ്യാം. വേരിയസ് ഓക്സിഡേഷൻ. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പ്ലസ് 2 ലേക്ക്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ മാറുമ്പോൾ ഇതിൽ ഏത് ക്വാണ്ടിറ്റി ആണ് മാറുക? ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് മൊളാരിറ്റി ആണോ, മൊളാലിറ്റി ആണോ, മാസ് പെർസെന്റേജ് ആണോ, മോൾ ഫ്രാക്ഷൻ ആണോ എന്നുള്ളതാണ്. വോളിയം ഉള്ളത് മൊളാരിറ്റിയിലാണ്. സോ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് മൊളാരിറ്റി ആണ്. നിങ്ങൾ ഓർത്ത് ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് ആർട്ടി മാറുന്നു. ബാക്കിയെല്ലാം മാസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. മാസ് ഒരിക്കലും ടെമ്പറേച്ചർ അനുസരിച്ച് മാറില്ല അല്ലെ? യെസ്. അടുത്തത് അറ്റോമിക് നമ്പർ 112 നമ്മൾ ഓൾറെഡി ചെയ്താണ്, അല്ലെങ്കിൽ ചെയ്യണോ? 112 ഉള്ള എലമെന്റിന്റെ IUPAC നെയിം ആണ്. 1 എന്ന് വെച്ചാൽ അണ്ണാണ്, 1 അണ്ണാണ്, ബൈ ആണ്, ആൻഡ് ഓൾറെഡി I ഉള്ളതുകൊണ്ട് എൻഡില് UM മാത്രം ചേർത്താൽ മതി. യെസ്, ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു. UUS ആണ് സിമ്പിൾ. പറയൂ. UUS ആണ് സിമ്പിൾ. അതിന്റെ അറ്റോമിക് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? U എന്ന് വെച്ചാൽ അണ്ണ്, 1 കാണിക്കുന്നത്. S എന്ന് വെച്ചാൽ സെറ്റ് 7 117 ആണ്. അപ്പൊ ഇതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്.
ഓണം എക്സാമിനുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? ബൈ. ബൈ.